അപ്പോൾ ഗണപതി ഒരു മിത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റുള്ളവർ പറഞ്ഞത് മിത്തല്ല, സത്യമാണ് എന്നാണ് അതിൻ്റെ ധ്വനി. നമ്മുടെ എല്ലാ മതക്കാരും ഇതിനെ ഒരു പുണ്യ മൃഗമായിട്ട് കാണുന്നുണ്ട്. അതിൽ ഈ ജൈന മതക്കാരിൽ അവരുടെ പുണ്യപുരുഷന്മാർ 24 പേരാണ്. ആ 24 തീർത്ഥങ്കരന്മാരെന്നാണ് പറയുക. അതിൽ അവസാനത്തെ തീർത്ഥങ്കരനാണ് വർത്തമാന മഹാവീരൻ. അതിൽ 3-ാം തീർത്ഥങ്കരനായ അജിതനാഥൻ്റെ ചിഹ്നം ആനയാണ്. ബുദ്ധമതത്തിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമുക്ക് ആനയെ കാണാൻ പറ്റും. അതിൽ ഒരു കഥയാണ്, ഒരുപക്ഷെ ഐതിഹ്യമാകാം, മിത്താകാം, എന്തായാലും ബുദ്ധൻ്റെ അമ്മയുടെ പേര് മായാദേവി എന്ന്. ഇനി വിനായകൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിനയുടെ നായകൻ എന്നും വിനയെ നശിപ്പിക്കുന്നവൻ എന്നൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനകുന്നുണ്ട്. പക്ഷേ നമ്മൾ 7-ാം നൂറ്റാണ്ടിൽ എഴുതിയ അമരകോശത്തിൽ ബുദ്ധന് 18 പര്യായങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒന്ന് വിനായകനാണ്. ഈ ഗണപതിക്ക് ആരാധനാ രൂപത്തെ സംഭാവന ചെയ്തത് ഒരു പക്ഷേ നമ്മുടെ ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷം ആയിരിക്കാം. ഏതോ ഒരു ശില്പിയുടെ സംഭാവന എന്നുള്ള നിലയ്ക്ക് വരാഹമൂർത്തിയെയും നമ്മുടെ നരസിംഹത്തിനെയും സൃഷ്ടിച്ച പോലെ ഗണപതിയെ സൃഷ്ടിച്ചതാണ്.